Well done, Myra. Students, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിരിക്കും. അതായത് എന്റെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ലൈവ് ക്രിയേച്ചേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഇൻസ്ട്രുമെന്റിനെ എപ്പോഴും സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ? ഗുഡ്. ഇനി അടുത്തത് ആരാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? ജെനി, ജോഡി, നിങ്ങൾ വരാൻ തയ്യാറാണോ? മാഡം, പിയാനോ വായിക്കുന്നതിൽ ഞാൻ എക്സ്പേർട്ട് ആണ്. മാഡം, ജോഡി പിയാനോ വായിക്കും, പിന്നെ ഞാൻ പാടും. പിയാനോ വായിക്കുന്ന കാര്യത്തിൽ ജോഡി സ്പെഷ്യലിസ്റ്റ് ആണ്. സ്പെഷ്യലിസ്റ്റ് അല്ലേ? പിയാനോ എന്നെ ചവിട്ടി കൊന്നു. ജോഡി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ എന്റെ ഇൻസ്ട്രുമെന്റ് വളരെ സെൻസിറ്റീവ് ആണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിന് ഹാൻഡിൽ ചെയ്തോണ്ടാണ് അതിന് ദേഷ്യം വന്നത്. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ പിയാനോയ്ക്ക് ഇഷ്ടമല്ല. എനിവേസ്, ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു. ഇന്ന് പിയാനോ ജോഡിയെ നല്ല പാഠം പഠിപ്പിച്ചു. ഡാൻസ് കളിച്ചു, ചാടി കളിച്ചു, ഓടി കളിച്ചു. Wow, this music is amazing. ഒരു പക്ഷേ മിസ് മെലഡി പ്രാക്ടീസ് ചെയ്യാണെന്ന് തോന്നുന്നു. എനിക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നു. നീ പറഞ്ഞത് ശരിയാ ഫെർലൂൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം തോന്നുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എനിക്ക് നിങ്ങളെ കണ്ടതും എന്റെ ഹൃദയം തുള്ളിച്ചാടുന്നു. ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? എന്റെ ബുക്സ് എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ ബുക്സും കാണാതെ പോയിരിക്കുന്നു. ഈ കബോർഡിൽ ഒരു ബുക്ക് പോലും ഇല്ലല്ലോ. സ്റ്റുഡൻസ്, ക്ലാസ് ഡിസ്മിസ്. എനിക്ക് അർജന്റ് ആയിട്ട് മേഡത്തെ കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ
എങ്ങനെ സംഭവിച്ചത്? ജോളി സർ, എന്റെ കബോർഡിലുള്ള എല്ലാ ബുക്സും കാണാതായിരിക്കുന്നു. എന്റെ ബുക്സും കാണാതായിരിക്കുക. ഉടൻ തന്നെ ഈ കാര്യം മാഡം കാനുവിനെ അറിയിക്കണം. ആ, എന്തോ പ്രശ്നമുണ്ടല്ലോ. 2 പ്രൊഫസേഴ്സിന്റെ കബോർഡിൽ നിന്നും ബുക്സ് ഒക്കെ കാണാതെ പോയിരിക്കുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതാരോ ചെയ്ത ചതിയാണ്. വാ, നമുക്ക് ചെന്ന് നോക്കാം. എല്ലാ ടീച്ചേഴ്സും ഒന്നിച്ചു നിൽക്കുന്നുണ്ടല്ലോ. എനിക്കെന്തോ ഇതൊരു മേജർ പ്രോബ്ലം എന്നാ തോന്നുന്നത്. നമ്മളിപ്പോ അകത്ത് പോയേ പറ്റൂ. ഈ മാഡം കാനുങ്കോ, എന്റെ കബോർഡിൽ ഒരു ബുക്ക് പോലും കാണുന്നില്ലെന്നേ. എന്റെ നോട്ട്സ് ഒന്നും തന്നെ ഇല്ല. ഡോണ്ട് വറി മിസ്റ്റർ ജോളി, നിങ്ങളുടെ എല്ലാ നോട്ട്സും നമുക്ക് തേടി കണ്ടുപിടിക്കാം. മിസ് സെക്യൂരിറ്റി ഗാർഡ്സ് എന്താണ് പറഞ്ഞത്? ഈ MBTVയിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഫുട്ടേജ് കിട്ടിയോ? മാഡം കാനുൻകോ, എന്റെ സെക്യൂരിറ്റികൾ ഒരിക്കലും ഉറങ്ങാറില്ല. പക്ഷെ അറിയില്ല, ഇന്നലെ രാത്രി ഓരോരുത്തരായിട്ട് ഉറങ്ങിപ്പോയിരിക്കുകയായിരുന്നു. ഞാൻ തെളിയിച്ചു തരാം. ക്വീൻ MBTV, കം ടു പ്രിൻസിപ്പൽസ് റൂം നൗ. ക്വീൻ B, ഇന്നലത്തെ രാത്രി റെക്കോർഡ് പ്ലേ ചെയ്യുക. ക്വീൻ B, എന്താണൊന്നും പ്ലേ ആവാത്തത്? എന്താണൊന്നും റെക്കോർഡ് ആവാത്തത്? ക്യാമറയിൽ ഒന്നും റെക്കോർഡായിട്ടില്ല. ഇതിന്റെയൊക്കെ അർത്ഥം ആരാണോ ഇതൊക്കെ ചെയ്തത് അവൻ ഇപ്പോൾ സ്കൂളിന്റെ അകത്ത് തന്നെ ഉണ്ടെന്നർത്ഥം. അവന് സ്കൂളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഫൈൻഡ് ഔട്ട് ദ കൾപ്രേറ്റ്. ഇപ്പോൾ ലൈബ്രറിയിലെ ബുക്ക് മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ലൈബ്രറിയിലെ സെക്യൂരിറ്റി വളരെയധികം ശ്രദ്ധിച്ച് ഒരു ഈച്ചയെ പോലും അങ്ങോട്ട് കടത്തിവിടരുത്. യെസ് മാഡം കാനുൻകോ. ഒരു പക്ഷെ എനിക്കറിയാമെന്ന് തോന്നുന്നു ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന്. മൈറോ, വരുൺ, പറന്നോണ്ടിരിക്കെ. മറ്റുള്ളവരുടെ ബോക്സ് ഇങ്ങനെ അടിച്ചു മാറ്റുന്നത് കൊണ്ട് എന്താണ് ലാഭം? ഒരു പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കാണോ? ജെനി ജോഡി എല്ലാ ബോക്സും ഒളിപ്പിച്ചതാണോ? എന്നിട്ട് കുറ്റം മൊത്തം നമ്മളെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയായിരിക്കും. വരുൺ, നിന്റെ ഭാവന യൂസ് ചെയ്ത് ഇല്ലാത്ത കഥയൊന്നും ഉണ്ടാക്കണ്ട. നീ എന്താ ആലോചിക്കുന്ന രുദ്ര? ഐ എം നോട്ട് ഷുവർ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമ്മൾ ഒരു ട്യൂൺ കേട്ടില്ലേ? തീർച്ചയായും അതിനും ഈ സംഭവത്തിനും എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഉറപ്പാണ്. ട്യൂൺ കേട്ട് സെക്യൂരിറ്റി കടന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് ആ ട്യൂൺ കേട്ടതിന് ശേഷം നമ്മൾ 3 പേര് പോലും ഉറങ്ങിപ്പോയില്ലേ? രുദ്ര, ഐ തിങ്ക് യു ആർ റൈറ്റ്. ആ ട്യൂൺ വളരെ മിസ്റ്റീരിയസ് ആണെന്ന് തോന്നുന്നു. ആ മിസ്റ്ററി സോൾവ് ചെയ്യാൻ ഇന്ന് രാത്രി നമ്മൾ അലേർട്ട് ആയിട്ട് ഇരിക്കണം. ട്യൂൺ കേൾക്കും, പക്ഷെ നമ്മളത് കേൾക്കില്ല. ഈ ഇയർ പ്ലഗ് യൂസ് ചെയ്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും, പക്ഷെ പുറത്തുള്ള ഒരു ശബ്ദവും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതേ മ്യൂസിക് ആണല്ലോ. മൈറ, വരുൺ, വേഗം ഇയർ പ്ലഗ് വെക്ക്.
ആ ട്യൂൺ സ്കൂളിന്റെ അകത്തു നിന്നാണ് വരുന്നത്. രുദ്ര, ആ ഷാഡോ എങ്ങനെയാ വന്നത്? സ്കൂളില് കള്ളന്മാര് വന്നിട്ടുണ്ട്. എല്ലാ ബുക്കുകളും കട്ടോണ്ട് പോയി. എന്തൊക്കെ സംഭവിച്ചാലും പക്ഷെ ഇന്ന് രാത്രി നിങ്ങളിൽ ആരും ഉറങ്ങാൻ പോകുന്നില്ല. എല്ലാവരും പറയാൻ പോകുന്നത് നിരീക്ഷിച്ചിരിക്കൂ, നിരീക്ഷിച്ചിരിക്കൂ. എന്താണ് പറയാൻ പോകുന്നത്? എഴുന്നേറ്റിരിക്കണം. എഴുന്നേക്ക, വേഗം എഴുന്നേക്ക. സ്കൂളിൽ ഇത്രയും സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ആർക്കാണ് ഈ പാട്ട് പാടാനുള്ള ആഗ്രഹം? ഞാൻ പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കോ, നിരീക്ഷിക്കൂ, നിരീക്ഷിക്കൂ. ഇതെന്താ എനിക്ക് ഉറക്കം വരുന്നത്? എഴുന്നേറ്റിരിക്കണം, ഉറങ്ങരുത്. ഇവര് മാത്രം എന്താ ഉറങ്ങാതിരിക്കുന്നത്? അത് ആരാ? ഒരു കാര്യം ഇപ്പൊ ക്ലിയർ ആയി. ഈ ട്യൂൺ തന്നെയാണ് എല്ലാരെയും ഉറക്കിരിക്കുന്നത്. ദാ കണ്ടോ, ദാ അവിടെ പോകുന്നു. ഒരു മിനിറ്റ്. ഫ്ലൈയിങ് ബാരിയർ ഡീആക്ടിവേറ്റ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അവരെല്ലാവരും ഉറങ്ങുന്നത് വരെ വയലിൻ വായിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട വയലിൻ, നീ നിന്റെ ജോലി ചെയ്യ്. ഞാൻ ചെന്ന് എന്റെ ജോലി ചെയ്തേക്കാം. അവള് നമ്മളെ കണ്ടിരിക്കുകയാണ്. പുറത്തുള്ള വയലിനെ ഇപ്പൊ തന്നെ തന്നെ വായിച്ചോണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ലൈബ്രറിയിലേക്ക് പോയി കാണും. ബാക്കിയുള്ള ബുക്സ് ഒക്കെ മോഷ്ടിക്കാൻ പോയി കാണും. നമ്മൾ ഉറങ്ങാതിരിക്കുന്നത് വരെ അവള് വയലിൻ വായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇയർ പ്ലഗ്സ് വെച്ചിരിക്കുന്ന കാര്യം അവൾക്ക് അറിയില്ല. ശരി, വരൂ, ഉറങ്ങുന്ന പോലെ ആക്ടിങ് ചെയ്യാം. വയലിൻ പോയി കഴിഞ്ഞു. വാ, നമുക്ക് ഫോളോ ചെയ്യാം. ഗുഡ് ജോബ് വയലിൻ. മിസ് മെലോഡി, നിങ്ങളോ? നിങ്ങൾ എന്തിനാ ഈ ബുക്സ് ഒക്കെ മോഷ്ടിക്കുന്നത്? രുദ്ര, നീയോ? എന്റെ ഈ ട്യൂൺ കേട്ടിട്ട് നിങ്ങൾ 3 പേര് എന്താ ഉറങ്ങാതിരിക്കുന്നത്? അതിന് കാരണമുണ്ട്. ഞാൻ ആ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങളെ ട്യൂണാണ് എല്ലാരും ഓർക്കുന്നത് ഞാൻ കണ്ടെത്തി. പക്ഷെ നിങ്ങളാണ് ഇതൊക്കെ ചെയ്തെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ കാണുന്ന സ്കൂൾ നിങ്ങളുടെ അല്ലേ? എന്റെ സ്കൂളോ? യു ഹാവ് മിസ്റ്റേക്കൻ രുദ്ര. എന്റെ സ്കൂൾ ഏതായിരിക്കും അറിയാമോ? ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതായിരിക്കും എന്റെ സ്കൂൾ. ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അത് മറ്റുള്ളവരെല്ലാവരും അനുസരിക്കണം. ഇവിടെയുള്ള എല്ലാ ബുക്സും ഞാൻ അടിച്ചു മാറ്റിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്കൂൾ ഉണ്ടാക്കും.
ഇവിടെ ഉണ്ടല്ലോ ബുക്സും ഉണ്ടാവില്ല, പിന്നീട് ക്ലാസ്സും നടക്കില്ല. ഓ മിസ് മെലഡി, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. നീ ഇപ്പോഴും വെറും ഒരു സ്റ്റുഡന്റ് ആണ് രുദ്ര. എന്നെ തടഞ്ഞു നിർത്താൻ നിന്നെ പോലത്തെ ഒരു കൊച്ചുകുട്ടിക്കൊന്നും പറ്റില്ല. മിസ് മെലഡി, നിങ്ങൾ എന്റെ ടീച്ചറാണ്, അതുകൊണ്ട് ഇത് പറയാൻ എനിക്ക് വളരെ പ്രയാസമുണ്ട്. എന്നാലും പറയാണ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓ ഇൻട്രസ്റ്റിംഗ്. സ്റ്റുഡന്റ് ടീച്ചറിനെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നോ? എന്നാ വാ, നമുക്ക് രണ്ടിലൊന്ന് കാണാം. ഹാ! 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 ഓ! അവരെ ഞാൻ വെറുതെ വിടില്ല. കുട്ടികളായി നിങ്ങൾ ശരിക്കും കുട്ടി കുറുമ്പരാണെന്ന് മനസ്സിലായി. ചേരന്റെ മോളിൽ കയറി പറക്കാൻ ഇഷ്ടമാണെങ്കിൽ എത്ര വേണേലും പറന്നോ. ടോട്ടൽ ലൈബ്രറി നിനക്കുള്ള സ്ഥലവാ, എത്ര വേണേലും കറങ്ങിക്കോ. നീ എന്നിട്ട് ഒരു നശിച്ച മാജിക്കും. ഓ റിയലി? നിങ്ങൾ പറഞ്ഞ രുദ്ര ബുക്സിന്റെ അടിയിൽ കുടുങ്ങി കിടക്കുകയാണല്ലോ. ഇവൻ എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നാണോ? ഞാനൊരു സ്പെഷ്യൽ ട്യൂൺ വായിക്കാൻ പോവാ, അപ്പൊ അവൻ ഒരിക്കലും ഉണരുകയേ ഇല്ല. Focus and believe. Zip-by-ska, boom, chick, chick, boom! No! എന്റെ വയലിൻ! രുദ്ര, നീ എന്റെ വയലിൻ തകർത്ത് കളഞ്ഞു അല്ലേ? ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല.
മിസ് മെലഡി മതിയാക്ക് വയലിന. മിണ്ടി പോകരുത്. ഓ മിസ് മെലഡി നിങ്ങൾ എവിടെയുണ്ടോ? അപ്പോ അവരാരാ? ഈ കാര്യം പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇവൾ എന്റെ ട്വിൻ സിസ്റ്റർ മിസ് വയലിനയാണ്. അവൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്ന്. ഞാൻ അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ അത് കേട്ടില്ല. മിസ് സെക്യൂരിറ്റി, മിസ് വയലിനയെ അവളുടെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കേ. ഈഗിൾമാൻ, രുദ്ര, വി ആർ സോ പ്രൗഡ് ഓഫ് യു. ഓരോ തവണയും നീ വീരകൃത്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കുകയാണ്. വെൽ ഡൺ.